കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉത്തമോപദേശം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആത്മജ്ഞാനിയായി മഹായോഗിയായിരിക്കുന്ന ആത്മാരാമനങ്ങൊരു ബന്ധമില്ലെന്തുകൊണ്ടും ആയതുകൊണ്ടെനിക്കു പവനൻ ഗുരുവല്ലോ. മായമെന്നിയെ കേട്ടുകൊള്ളുക ധരാപതേ. അന്തർഭാവവും ബഹിർഭാവവും ആത്മഭാവാൽ അന്തരംഗത്തിലൊന്നായി കണ്ടു നിസ്സംഗനായി അപരിച്ഛേദനായിട്ടാകാശം പോലെ വ്യാപിച്ച അവസ്ഥാത്മാനുഭവരസികനല്ലോ യോഗി. വായുനാമേഘങ്ങളെ സഞ്ചരിപ്പിക്കും പോലെ കായാതി വിഷയങ്ങളൊക്കെയും പ്രാണനാല് വ്യാപരിച്ചിടുന്നതും മേഘവായുക്കൾ രണ്ടും വ്യാപരിച്ചിടിനോരാകാശത്തിനുള്ളൊരു ബന്ധം എന്നതുപോലെ ദേഹപ്രാണധർമ്മങ്ങളൊന്നും എന്നുമേ പറ്റുന്നില്ല പരമാത്മനി നൂനം. ആകയാലൊരു ഗുരു ആകാശമെന്നറിക. ശോകനാശനകരമീദൃശം കാൺക ഭവാൻ ഏവമാദികളായ മായാ വൈഭവ ഗുണഭാവങ്ങളറിഞ്ഞു നിത്യാനന്ദശീലനായി കാലസൃഷ്ടികളായ പ്രകൃതി ഗുണങ്ങളാം ലീലകളോടു കൂടാതിരിക്കും ആത്മയോഗി. സന്തോഷശീലനായി മധുരവാക്കുമായി സന്തതം ജനപാപസംഘാതം നശിപ്പിപ്പാൻ സർവലോകങ്ങളിലും സഞ്ചരിച്ചിടും ഭക്ത്യാ ഗർവഹീനനായി സർവം ബ്രഹ്മണി ലയിപ്പിച്ചു ഈക്ഷണ സ്പർശന സൽകീർത്തനാദികൾ കൊണ്ടു മോക്ഷമാർഗത്തെ ചെയ്യുവാൻ മേദിനി തീർത്ഥങ്ങൾ പോൽ സർവവും സഹിച്ചത് ശുദ്ധ നിർമ്മലനായിട്ടൊരുവയിൽ നിർവാണാത്മരൂപനാകുന്നു യോഗി.
അതുകൊണ്ടല്ലോ തീർത്ഥഭൂമികൾ രണ്ടുമെനിക്കധികം പ്രിയ ആചാര്യന്മാരെന്നതറിഞ്ഞാലും പിന്നെയും തപസ് കൊണ്ട് അഗ്നി പോലുജ്വലിച്ചു വന്നാശു സർവലോക കുക്ഷി പാത്രവുമായി അന്നാദി സർവം ഭക്ഷിച്ചേകാന്തവാസനായി സർവപാപവും നശിപ്പിച്ചു താൻ വ്യക്താത്മാവായി നിർവാണ സ്വരൂപനായിരിക്കും യോഗിപുമാൻ ഒരിക്കൽ തെളിഞ്ഞുടൻ മറഞ്ഞു വെണ്ണേ തിലങ്ങിരിക്കും അഗ്നി പോലെ ഇരിക്കും ആത്മയോഗി. മാനുഷജനത്തിന്റെ മാനസ മലിനങ്ങളൂനമാക്കിയിടും നിത്യമഗ്നി പോലെന്നറിയുക. ത്രിഗുണോത്ഭവമായ ലോകഭസ്മത്താൽ മൂടി ത്രിഗുണനാശി പരമാത്മാവ് ശോഭിക്കുന്നു. ഈശ്വരൻ മായ കൊണ്ട് ജഗത്ത് സൃഷ്ടിച്ചുടൻ ആശ്ചര്യം ദാനം പ്രപഞ്ചാത്മകനായിട്ടിക ഇന്ധനത്തിങ്കൽ അഗ്നി പോലെയുമിരിക്കുന്നു. ബന്ധമാം ജനനാദി മരണ ശ്മശാനാന്തം ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവായി കാലരൂപനായിടുന്നതുമീശൻ പ്രപഞ്ച സംയുക്തനായിരുന്നു കാഷ്ടാഗ്നിവൽ പ്രപഞ്ചനാശേ അഗ്നിസാക്ഷിയായി വിളങ്ങുന്നു. ആകയാൽ അഗ്നി തന്നെ ഗുരുവെന്നെനിക്കുക. രാഗേന്ദു വൃദ്ധിക്ഷയ കലകൾ പോലെ നിത്യം കേവലാത്മാവാമീശൻ തങ്കലി ജഗത്തെല്ലാം ആവിർഭൂതമായി ക്ഷയിച്ചിടുന്നു മായാവശാൽ. ചന്ദ്രനങ്ങല്ലാതിനത്തിങ്കലും സമവൃത്തം തന്നോട് ശരീരത്തിനേതുമേ കുറവില്ല. ഉണ്ടെന്നു തോന്നുന്നതു സൂര്യനിൽ മറകയാൽ ഇണ്ടലില്ലതുപോലെ ആത്മാവും പ്രപഞ്ചവും. അതിനാൽ ചന്ദ്രനന്റെ ഗുരുവെന്നായി വന്നു. മതിമാനായ നൃപനന്ദന കേൾക്ക ഭവാൻ. അവ്യക്ത സ്വരൂപനാമീശ്വരൻ കാലരൂപൻ സുവ്യക്ത പ്രപഞ്ചബോധമായി ചേർന്നതുകൊണ്ട് നിത്യവും അനിത്യവുമായിട്ടു കാണുന്നതു ചിത്തത്തിലോർത്തു കണ്ടാൽ അഗ്നിയിൽ ധൂമം പോലെ. ആത്മാവിൽ നിന്ന് പ്രപഞ്ചോൽപത്തിയുണ്ടാകുന്നു. ആത്മനി ഗുണഗുണം കാലേന കാലത്തെയും ഉണ്ടാക്കി പിന്നെ അതുമില്ലായ്മ ചെയ്തു സാക്ഷ്യം. പണ്ടനാദ്യയായിടുന്നൂരവിദ്യയിൽ എന്നതുപോലെ പരമാത്മയോഗിയാമ്പുമാൻ. ഇന്ദ്രിയങ്ങളോടിട ചേർന്നും ചേരാതെ കണ്ടം ഇരുന്നു നിത്യം പിന്നെ ലോകത്തെ ചേഷ്ടിപ്പിച്ചും അരുണകിരണനെന്നതുപോലിരിക്കുന്നു. അതുകൊണ്ട് അർക്കനന്റെ ഗുരുവായിക്കൊണ്ടേനകം മായാവ്യാപാരങ്ങളെ നിനക്കിലജ്ഞാനത്താൽ സ്ഥൂല ബുദ്ധികളായ കാലവിഭ്രാന്താത്മാക്കൾ
ചാലവേ ഭേദബുദ്ധി കൊണ്ടിക പരാത്മാനം തോയത്തിൽ കാണും പ്രതിബിംബാർക്കരൂപം പോലെ മായയാ ഭ്രമം കൊണ്ടു രണ്ടെന്നു ധരിക്കുന്നു. ഇങ്ങനെ ഭ്രമബുദ്ധി ചിന്തയാധീനപ്പെടും അങ്ങനെ ബോധമില്ലാത്ത അജ്ഞന്മാർക്ക് അബോധം പോൽ പ്രമിയാതിരുന്നു താനീ ജഗത്തിങ്കലേറ്റം മമത വിട്ട് സംഘഹീനനായി കർത്താവായി ഒരു ദിക്കിലും ഒന്നും ചെയ്യാതെ വാഴുകിലും പരിചിൽ താൻ ചെയ്യുന്നതെന്നുള്ള ദീനബുദ്ധ്യ പ്രവർത്തിക്കുന്നില്ലെന്നും നിവർത്ത ജ്ഞാനബുദ്ധ്യ ചെയ്യണം ബുധജനം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണമനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ജഗദംബയായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.